ഇനി പത്തനംതിട്ട ജില്ലയിലെ സാഹചര്യം പരിശോധിക്കുകയാണ്. അവിടെയും കാട്ടാന ആക്രമണത്തിൽ നിരവധി സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് കുളത്തുമൺ സ്വദേശി എലിസബത്ത്. റബ്ബർ ടാപ്പിങ്ങിന് പോകുമ്പോൾ കല്ലേലി ഹാരിസൺ എസ്റ്റേറ്റിൽ വെച്ചാണ് കാട്ടാന ഇവർക്ക് നേരെ പാഞ്ഞെടുത്തത്. ശ്രീജിത്ത് ശ്രീകുമാറുണ്ട്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? പത്തനംതിട്ട അരുവാപ്പുലത്ത് തൊട്ടടുത്ത കലഞ്ഞൂർ പഞ്ചായത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ കഴിഞ്ഞ ഡിസംബർ 28-നാണ് ഈ എലിസബത്ത് ചേച്ചിയുടെ ഒരു കാട്ടാന ആക്രമണം ചേച്ചിക്ക് നേരെ ഉണ്ടായത്. അതായത് ഇവർ ടാപ്പിംഗ് തൊഴിലാളികളായിരുന്നു, എലിസബത്ത് ചേച്ചിയും അതുപോലെ തന്നെ ഭർത്താവ് ഡേവിഡ് ചേട്ടനും. ഇവർ കല്ലേലി എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിക്ക്, എസ്റ്റേറ്റിലായിരുന്നു, ഹാരിസൺ എസ്റ്റേറ്റിലായിരുന്നു ഇരുവർക്കും ജോലി. രാവിലെ അവിടെ ടാപ്പിങ്ങിനിടയ്ക്ക് ആന വരികയും അത്തരത്തിൽ ആക്രമണം നടത്തുകയുമായിരുന്നു. ഓടുന്നതിനിടയിലാണ് കാര്യമായ രീതിയിൽ കാലിന് പരിക്കേറ്റത്. എന്തായിരുന്നു സംഭവിച്ച ചേച്ചി? ഞങ്ങളിങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ട് പുറകിൽ ആനയുടെ അമറ് കേട്ടുകൊണ്ട് ഞാൻ ഓടിയതായിരുന്നു. അപ്പം ഓടിയ വഴി വേറെല്ലോ കല്ലിലോ തട്ടി വീണ് എൻ്റെ കാല് ഇതുപോലെ പൊട്ടലുണ്ടായി. അങ്ങനെ എന്നെ 2-3 തൊഴിലാളികൾ കൂടി എടുത്ത് ഇങ്ങനെ റോഡിൽ കൊണ്ടുപോയി. തൊട്ടടുത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായില്ല? തൊട്ടടുത്ത് ഒന്ന് അമറുമായിരുന്നു ചെയ്തത്. ഈ കല്ലേലി ഹാരിസന്റെ എസ്റ്റേറ്റ് അല്ലേ ശരിക്കും, റബ്ബർ എസ്റ്റേറ്റ് അല്ലേ ഇത്? വനവുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം തന്നെയാണല്ലോ അല്ലേ? വനമായിട്ട് വേർതിരിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും തന്നെ അവിടെ ഫെൻസിങ് വേലിയോ അങ്ങനെയൊന്നുമില്ലേ? ആദ്യമേ ഉണ്ടായിരുന്നു, അതെല്ലാം തന്നെ ആന ചവിട്ടിപ്പൊളിച്ച് കളഞ്ഞായിരുന്നു. പിന്നെ ഇപ്പോഴും അങ്ങനെയുള്ള ഒരു ഇതുമില്ല. ഈ വനത്തിൻ്റെ ഒരു കാട്ടാന ആക്രമണം എന്ന് പറഞ്ഞാൽ വീണതാണെങ്കിൽ തന്നെ ഒരു ആക്രമണം തന്നെയാണ് സംഭവിച്ചത്. സ്വാഭാവികമായിട്ട് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം വല്ലതും ഉണ്ടായിരുന്നോ? ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, അവർ പിന്നെ ചോദിക്കുകയോ ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടോ? ഒന്നും ചോദിച്ചിട്ടുമില്ല. നഷ്ടപരിഹാരത്തിൻ്റെ ഒരു ഇതിലോട്ടൊന്നും കടന്നിട്ടുമില്ല. ഇത്തരത്തിലുള്ള ആക്രമണം വരുന്ന സമയത്ത് ഇപ്പോൾ കടുവ കടിച്ച് ഒരാളെ കൊല്ലുന്നൊരു സാഹചര്യം ഉണ്ടായി, കടുവ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. അവരുടെ വീട്ടിലെ, അവരുടെ കുടുംബത്തിലെ ഭാര്യയ്ക്ക് ജോലി നൽകി ആ പ്രശ്നം അവിടെ പരിഹരിച്ചു. അവർക്കിപ്പോൾ പ്രതികരിക്കാൻ കഴിയില്ല, അവർ വനംവകുപ്പ് ജീവനക്കാരിയാണ്. അങ്ങനെ സമാനമായ പ്രശ്നം, അത് അപ്പൂപ്പൻതോടിലാണ് അത്തരത്തിലുള്ള വിഷയമുള്ളത്. അങ്ങനെ സമാനമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന വനവുമായി, അല്ലെങ്കിൽ വനവും മനുഷ്യരുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കാട്ടാന ആക്രമണം, പന്നികളുടെ ആക്രമണം, കടുവയുടെ ആക്രമണം അടക്കം ഉള്ള പ്രശ്നങ്ങൾ നിരവധിയാണ് ഈ മേഖലയിലൊക്കെ തന്നെയുള്ളത്. എലിസബത്ത് ചേച്ചി ഒരു ഉദാഹരണം മാത്രമാണ്. സ്വാഭാവികമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണണം. വനത്തിൽ ഫെൻസിങ് വേലികളടക്കം സ്ഥാപിക്കണം എന്നൊരാവശ്യമാണ് കൃത്യമായ രീതിയിൽ ഇവർ ഉയർത്തുന്നത്, നാട്ടുകാർ ഉയർത്തുന്നത്. ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. 8 വർഷത്തിനിടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 909 പേർ. ആ കണക്കുകളിലേക്ക് എത്താം.